ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ആത്മീയ ചിന്തക്കായി ഞാൻ ചെറിയൊരു ചോദ്യവും അതിൻ്റെ ആൻസറും ആണ് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവമായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരാണെന്നുള്ളത്? പലരും നമ്മൾ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ആരാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ആത്മാവാണ്. ഒരു മനുഷ്യൻ എന്ന് വെച്ചെന്നാൽ ആത്മാവാണ്. നമ്മുടെ ഈ പുറത്ത് കാണുന്ന ഈ ശരീരം, ഈ ബോഡി, ഈ ആത്മാവിന് വസിക്കുവാനുള്ള ഒരു കൂടാരം മാത്രമാണ്. ഈ കൂടാരം ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അതിന് ആഹാരം വേണം, വെള്ളം വേണം, അതിനെ സഞ്ചരിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതിന് സഞ്ചരിക്കുവാനും ഈ ഭൂമിയിൽ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ ഭൂമിയിൽ പ്രവർത്തിക്കുവാനും ഈ ഭൂമിയിൽ നിലനിൽക്കുവാനും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവം ഈ ശരീരത്തിന് നൽകിയിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥമായി ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടിരിക്കുന്നത് ആത്മാവിനെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആത്മാവാണ്. നമ്മളെ സൃഷ്ടിച്ച ദൈവവും ആത്മാവാണ്. അപ്പോൾ ദൈവത്തിന് നമ്മളിൽ വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന് തൻ്റെ പ്രവൃത്തികളെ ചെയ്യുവാൻ, തൻ്റെ മഹത്വത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മളെ സൃഷ്ടിച്ചാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളെ ആരാണെങ്കിലും നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ചിട്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ തന്നെ തിരിച്ചറിയണം, ഞാനെന്ന് വെച്ചെന്നാൽ ഒരാത്മാവാണ് ഞാൻ. ഈ ആത്മാവാവുന്ന എനിക്ക് വസിക്കുവാനുള്ള വെറും ഒരു കൂടാരം മാത്രമാണ് നമ്മുടെ പുറത്തേക്ക് മനുഷ്യൻ, ഈ കാണുന്ന ശരീരം, ബോഡി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിറവേറ്റപ്പെടണമെങ്കിൽ അത് നമ്മളുടെ കഴിവിനാലല്ല, നമ്മൾ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ അതിനായിട്ട് ഉപയോഗിക്കും. ഈ ഒരു തിരിച്ചറിവും നമുക്കുണ്ടാകണം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളുടെ ഈ ജഡത്തിന് ആവശ്യമായ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ടിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി ചെല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഈ ഭൂമി ജീവിക്കാനുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിന് പല രോഗാവസ്ഥകൾ, പല വീഴ്ചകൾ, കുറവുകൾ, പല മേഖലകളും വീക്കാകുമ്പോൾ അതിൻ്റെ വിടുതൽ, അത് കറക്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ദൈവസന്നിധി ചെല്ലുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ചെല്ലേണ്ടത് അതല്ല. നമ്മൾ നമ്മുടെ ആത്മമണ്ഡലത്തിൽ പാപമെന്ന ഒരു ശത്രു കടന്നുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനായിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതിനാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നുള്ള ഒരു പ്രാർത്ഥന. കാരണം ദുഷ്ടാരൂപിയായ ഒരു ശത്രുവായ ഒരു ആത്മമണ്ഡലവും ഈ ഭൂമിയിലുണ്ട്. ആ ആത്മമണ്ഡലത്തെയും നമ്മൾ തിരിച്ചറിയണം. ആത്മമണ്ഡലത്തിൽ പെട്ടുപോകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ കവചം, ദൈവത്തിൻ്റെ കെയറിങ്, സുരക്ഷിതത്വം നമ്മളിൽ വേണം. അതിനെയാണ് ദൈവം തന്നെ, ആത്മാവായ ദൈവം, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് വസിച്ച് നമ്മളെ വചനമാവുന്ന പാതയിൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ദൈവം നമ്മളോട് ഉപദേശിച്ച വചനത്തിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇരുട്ടിൻ്റെ മണ്ഡലമായ ആ സ്പിരിറ്റിന്, പൈശാചിക സ്പിരിറ്റിന് നമ്മളിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ അതിന് നമ്മളെപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ ആത്മമണ്ഡലം പെർഫെക്റ്റായിരിക്കണമേ എന്നുള്ളതാണ്. എൻ്റെ ആത്മാവിനെ പെർഫെക്റ്റാണ്. നമ്മൾ വചനം വായിക്കുന്നുണ്ട്, നിൻ്റെ പ്രിയനെ നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിനും ശുഭവും സുഖവുമായിരിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ദൈവത്താൽ സകല മേഖലകളിലും, ഭൗതികമായിട്ടുള്ള എല്ലാ മേഖലകളും അതാത് സമയങ്ങളിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ശാരീരികമായ രോഗാവസ്ഥകളുണ്ടെങ്കിൽ കർത്താവ് അതിനെ സൗഖ്യമാക്കും. സാമ്പത്തികമായ മേഖലകളിൽ നമുക്ക് താഴ്ചയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള ആവശ്യമായ തക്ക രീതിയിൽ സാമ്പത്തികമായ മേഖലകളെ ദൈവം ക്രമീകരിക്കും. അതിനാൽ നമ്മൾ പൂർണ്ണമായി നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത് നമ്മുടെ ആത്മമണ്ഡലം പെർഫെക്റ്റ് ആകണം. ആത്മാവിൽ
ഇരുട്ടിൻ്റെ മണ്ഡലങ്ങൾ, പൈശാചിക ശക്തികൾ കയറി വാഴ്ച നടത്തുവാൻ ഇടയാക്കാത്ത രീതിയിൽ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ദൈവം വെളിച്ചമാണ്. വെളിച്ചമുള്ളിടത്ത് ഇരുട്ടിന് പ്രവേശിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ ആ വെളിച്ചത്തിൽ നിൽക്കുക, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കരങ്ങൾക്ക് കീഴിൽ നിൽക്കുക. കാരണം ഞാൻ ഒരു ആത്മാവാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ മരിച്ചു കഴിയുമ്പോൾ പറയും ഇന്നാൾ മരിച്ചു പോയി എന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ പേരിട്ടിരിക്കുന്നത് ആത്മാവിനാണ് യഥാർത്ഥത്തിൽ പേരിട്ടിരിക്കുന്നത്, ശരീരത്തിനല്ല. ശരീരം അത് പറയും അത് മൃതദേഹം, ശവം, അങ്ങനെ പല രീതിയിൽ പല ആൾക്കാരെ അതിനെ അഭിസംബോധന ചെയ്യാറുണ്ട് മരിച്ചു കഴിയുമ്പോൾ. പക്ഷേ പോയി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. അപ്പോൾ ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ആത്മാവാണ്. പലർക്കും ഈ ഒരു തിരിച്ചറിവ് ഇല്ലാത്തൊരു ജീവിതം ജീവിക്കുന്നത്. അതുകൊണ്ടിട്ട് അവൻ ഈ ഭൂമിയിൽ ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രയത്നിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലുന്നത്. നമ്മൾ അതിനു വേണ്ടിയിട്ടല്ല പ്രയത്നിക്കേണ്ടതും ദൈവസന്നിധിയിൽ കടന്നു ചെല്ലേണ്ടതും. യഥാർത്ഥ മനുഷ്യനായ ആത്മാവാണ് ഞാൻ, ആത്മാവായ ദൈവത്തോട് കൂടെ നടക്കണമെന്നും ആ ദൈവം എന്നെ ഈ ഭൂമിയിലെ ഒരു ദൈവിക പദ്ധതിക്കായിട്ടാണ് ആക്കി വച്ചിരിക്കുന്നത്. ആ പദ്ധതി എന്നിലൂടെ തികയപ്പെടണം. അതിനുശേഷം എനിക്ക് തിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിച്ചെല്ലണം എന്നുള്ളൊരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. കർത്താവായ യേശു പറഞ്ഞു, മുന്നേ അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇവയൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ ഭൂമിയിൽ ആവശ്യമായതെല്ലാം നമ്മൾ ദൈവത്തെ അന്വേഷിച്ചെന്നാൽ ദൈവത്തോട് ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് അതെല്ലാം തനിയെ വന്നു ചേരുന്ന ഒന്നാണ് ഭൗതിക നന്മകൾ. ഇന്നത്തെ ഈ ചെറിയ ദൈവിക സന്ദേശം മുഖാന്തരം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.